ബലിപെരുന്നാൾ ആഘോഷമാക്കാൻ മാടായിപ്പാറയിലെത്തിയത് ആയിരങ്ങൾ. പ്രകൃതി കാഴ്ചയിൽ ആഘോഷമാക്കി ഒരു പെരുന്നാൾ ദിനം. ബലിപെരുന്നാൾ ദിവസം ആഘോഷമാക്കാൻ മാടായിപ്പാറയിൽ ഒഴുകിയെത്തിയത് ആയിരങ്ങളായിരുന്നു. പരസ്പരം കണ്ടുമുട്ടിയും അസ്തദാനം നൽകിയും സൗഹൃദങ്ങൾ പങ്കിട്ടു. പ്രകൃതിയിൽ ലയിച്ചുകൊണ്ടൊരു സായാഹ്നം. മാടായിപ്പാറയും പ്രകൃതി കാഴ്ചകളും മഴക്കാലങ്ങളിലെ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നത് മനസ്സിൽ നൽകുന്നത് മറക്കാനാകാത്ത അനുഭവമാണ്. നമ്മളിവിടെ വരുന്നത് വളരെ തൊട്ടടുത്ത പ്രദേശമാണ്. പള്ളിക്കരയാണ് നമ്മുടെ സ്ഥലം. നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ഏറ്റവും സുന്ദരമായ ഒരു പ്രദേശമാണ് മാടായിപ്പാറ. പ്രകൃതിയുടെ അങ്ങേയറ്റം സൗന്ദര്യം ആസ്വദിക്കാനും ശുദ്ധവായു ശ്വസിക്കാനും പറ്റാവുന്ന തരത്തിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മൾ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഇവിടെ വൈകുന്നേരം വരാറുണ്ട്. ഇന്ന് പ്രത്യേകിച്ചിട്ടും ഈദ് ദിവസമാണ്. അതാണ് ഇത്ര തിരക്കും ഈ കാണുന്ന ജനങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. ഇത്തിരി മനോഹരമായ ഇത്തിരി നല്ലൊരു സ്ഥലം നമ്മുടെ നാടിന് തൊട്ടടുത്തുണ്ടാകുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു സ്ഥലം തേടി പോകണം. വൈകിട്ട് 3 മണിയോടെ തന്നെ ജനങ്ങളെ കൊണ്ട് മാടായിപ്പാറ നിറഞ്ഞു കവിഞ്ഞു. ഇതുവഴി വാഹന ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു. പ്രകൃതിയും മനുഷ്യരും വീണ്ടും ഒത്തുകൂടുകയാണ്. ഓർമ്മയിൽ മാത്രം പറഞ്ഞു കേട്ട ദൃശ്യങ്ങൾ, ഏഴുമലയും കാറ്റും അസ്മയവും. പക്ഷേ ഒരു സങ്കടം മാത്രം. ആഘോഷങ്ങളും യാത്രകളും തേടി എത്തുന്നവരോടായി പറയുകയാണ്, നിങ്ങളിവിടങ്ങളിൽ ചിലരെങ്കിലും ഉപേക്ഷിച്ചു പോയിട്ടുണ്ടാകും പ്ലാസ്റ്റിക്കുകളും കുപ്പികളും മാലിന്യങ്ങളും. ഇവയൊക്കെ മാടായിപ്പാറ എന്ന സുന്ദരിയെ ഇല്ലാതാക്കുകയാണ്. വരും തലമുറയ്ക്ക് പ്രകൃതിയൊരുക്കി സൂക്ഷിച്ചു വെച്ച ദൃശ്യ അനുഭൂതിയെ. മാടായിപ്പാറ ഒരു പരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രദേശമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ഇന്ന് അത് ഒരു പരിസ്ഥിതി പ്രാധാന്യത്തിനപ്പുറത്ത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടാണ് മാറിയിരിക്കുന്നത്. കാരണം ഒഴിവു ദിവസങ്ങളിൽ കുട്ടികൾക്കും ഒരു കുടുംബത്തിന് ഒരു സന്തോഷപ്രദമായി സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം നമ്മുടെ പ്രദേശത്ത് അവരുടെ മനസ്സിൽ പെട്ടെന്ന് എത്തുന്ന പ്രദേശങ്ങളിൽ ഒന്ന് മാടായിപ്പാറയാണ്. അതാണ് ഇന്ന് ഈ പെരുന്നാൾ ദിനത്തിൽ ഇത്രയും കൂടുതൽ കുടുംബങ്ങൾ ഇവിടെ എത്താൻ വേണ്ടി കാരണവും. ആ അവർക്കൊരു സന്തോഷപ്രദമായി സമയം ചെലവഴിക്കാനുള്ള ഒരു പ്രദേശം നിലയിലാണ്. അതിൻ്റേതായ ഗുണവും ദോഷവും ഈ പ്രദേശത്തിന് സംഭവിക്കുന്നുണ്ട്. അതാണ് നമ്മളൊന്ന് ചുറ്റും നോക്കിയാൽ തന്നെ കാണുന്ന നമ്മുടെ ഒരു സംസ്കാരം തന്നെ മാറേണ്ടിയിരിക്കുന്നു.
എത്രയോ ശ്രമിച്ചിട്ടും അത് മാറുന്നില്ല എന്നുള്ളത് ഖേദകരമാണ്. ഇവിടെ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് സാധനങ്ങൾ എല്ലാ വീടുകളിലും ഇന്ന് ഹരിതസേന എത്തുന്നുണ്ട്. തിരിച്ചു കൊണ്ടുപോയി അവരെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ അത് വലിച്ചെറിയാനുള്ള ഒരു സ്ഥലം, നാളെ നമുക്കിവിടെ വരണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഭൂരിഭാഗം ആളുകൾക്ക് ഉണ്ടാവുന്നില്ല. എല്ലാവർക്കും അല്ല, ഭൂരിഭാഗം. ഏതായാലും സുന്ദരമായ ഈ പാറ ഇവിടെ ബാക്കിയായതുകൊണ്ട് ഈ ജനങ്ങൾക്കൊക്കെ തന്നെ അവർക്ക് ഈ ദിവസങ്ങളൊക്കെ ഇവിടെ ചെലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് സന്തോഷം തന്നെയാണ്. നമുക്ക് ഒരുമയോടെ ചേർന്ന് നിൽക്കാം. മാലിന്യമുക്ത മാടായിപ്പാറയ്ക്കായി കരുതി വെക്കാം പ്രകൃതി ദൃശ്യങ്ങൾ. വർത്തമാന ന്യൂസിന് വേണ്ടി അർജുൻ രാജേന്ദ്രൻ്റെ ദൃശ്യങ്ങൾക്കൊപ്പം രാജേഷ് എരിപുരം.